ബെഡ്ഷീറ്റ് വാങ്ങിച്ചതാണ് കേട്ടോ, ഓൺലൈനിൽ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. മുന്നേ 2 വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പം ഇന്നലെയും മിനിങ്ങാന്നുമായിട്ട് അത് വന്നു. അപ്പം ഇനി 2 കൂടി ഉണ്ട്. അപ്പം 4 ബെഡ്ഷീറ്റ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ നാളായി ബെഡ്ഷീറ്റ് എന്താ പറയുക കുറച്ച് ബെഡ്ഷീറ്റ് പഴകിയിട്ട് കുറേ നാളായിട്ടാ. അപ്പോൾ പിന്നെ ഒക്കെ ഒന്ന് പുതിയത് മാറ്റാൻ വിചാരിച്ചു. ഇത് വലിയ വിലയൊന്നും ആയിട്ടില്ല. നമുക്കൊരു 500 രൂപയുടെയൊക്കെ താഴെയാണ് ബെഡ്ഷീറ്റ് വരുന്നത്. നമ്മൾ ഈ പറഞ്ഞ പോലെ ആ ഒരു റേഞ്ചിൽ തന്നെയല്ലേ എടുക്കാറ്. ഫാമിലി നമ്മുടെ ഡബിൾ കോട്ടൽ ഫാമിലി കോട്ടല്ലേ, ആ ഫാമിലി കോട്ടിലേക്ക് ഉള്ളതും പിന്നെ കുട്ടികൾക്ക് സിംഗിളാണ്. അപ്പോൾ സിംഗിൾ കോട്ടിലേക്കുള്ള ബെഡ്ഷീറ്റുകളാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. എന്തായാലും നോക്കാമല്ലേ നമുക്ക്. ഓപ്പൺ ചെയ്യും ഫ്ലിപ്കാർട്ടിൽ നിന്ന്. ഇത് നമ്മുടെ ബെഡിലേക്ക് ഓർഡർ ചെയ്തതാണ് കേട്ടോ. കോട്ടനാണ് കേട്ടോ അത്. നീ പിള്ളേർക്ക് 2 ഇന്നലെ വന്നിട്ടുണ്ടല്ലേ? 2 മുന്നേ വന്നിട്ടുണ്ട്. പിന്നെ ഇതിപ്പോൾ 2 ഇന്നലെ 1 വന്നു, മിനിഞ്ഞാന്ന് 1 വന്നു. അങ്ങനെയാണ്. ഇതിപ്പോൾ നമ്മുടെ ബെഡിലേക്കുള്ളതാണ് കേട്ടോ. കോട്ടൺ, ഇത് കോട്ടനാണ് കേട്ടോ. കോട്ടൺ മതി, എനിക്ക് കോട്ടൺ തന്നെ പറ്റുള്ളൂ. കുഴപ്പമില്ല അല്ലേ. ആദ്യമായിട്ടാണ് ഓൺലൈനിൽ നിന്ന് നമ്മൾ വാങ്ങണത്, ബെഡ്ഷീറ്റ് വാങ്ങണത്. ആദ്യമായിട്ടാണ്. ഇത് 2 തല കളറ് പോരെ? കുഴപ്പമില്ല അല്ലേ. കുഴപ്പമില്ല അല്ലേ, നിങ്ങളൊക്കെ ഉണ്ട് തോന്നും അല്ലേ. ഇതിനാണ് 500 ഫാമിലി. ഇത് 500 അല്ല, ഇതിന് 200 പറഞ്ഞത് അല്ല, മൊത്തത്തിൽ 500 രൂപയുടെ താഴെ ഉള്ളൂ എന്നാ ഞാൻ പറഞ്ഞത്. ഇത് 200 സംതിങ് ആണ്. അത് പ്രത്യേകിച്ച് പറയണം, അതല്ലെങ്കിൽ 500 ഇതാണ് 500 ചോദിക്കും. ഇത് 200 ഉള്ളു, 260 അങ്ങനെ ഒരു റേറ്റിലാണ്. എനിക്ക് കറക്റ്റ്. ഇത് നമ്മുടെ ബെഡ്ഷീറ്റിൽ നമ്മുടെ ബെഡിലേക്കുള്ളതാണ്. ഇത് അത്യാവശ്യം കുഴപ്പമില്ല, നീളം ഇത് വിരിച്ചു നോക്കി അറിയാട്ടാ. അങ്ങനെ 2 തലോണ കവറും കേട്ടാ. നല്ല കോട്ടനാണ് കേട്ടോ, കുഴപ്പമില്ല. ക്വാളിറ്റിയൊക്കെ ആ പൈസക്കുള്ള ക്വാളിറ്റി ഉണ്ട്. അത്ര പൈസ മതി. പിന്നെ നമുക്കൊക്കെ ധാരാളം. ഇത് മോനുള്ളതാണ്. ഇന്നലെ മോൾക്കുള്ളത് വന്നു. അപ്പോൾ മോൾക്കുള്ളത് വന്നപ്പോൾ അവൾക്കൊരു ടെഡി ബെയറിന്റെ ഒരു 3D പോലത്തെയാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ അവൾക്ക് വന്നപ്പോൾ അവന്റെ ഏതാ ഓർഡർ ചെയ്തത്. അപ്പം ഞാൻ പറഞ്ഞു നിനക്ക് ഫിഷിന്റെ ആണ് ഓർഡർ ചെയ്തിരുന്നത്. അപ്പൊ അവൻ ഇന്നലെ ചോദിക്കുന്നത് എന്റെ ഫിഷിന്റെ ബെഡ്ഷീറ്റ് എപ്പോഴാ വരിക ചോദിച്ചിട്ട്. 3D ആണ്. ഇതിലൊക്കെ 3D ഉണ്ട് പിക്ചറിലൊക്കെ. അത് ബെഡ്ഷീറ്റിൽ കാണോ? നോക്കിയാ ഓപ്പൺ ചെയ്ത് കുറച്ചൊക്കെ അങ്ങനെ ഉണ്ട്. ഇത് പക്ഷെ കോട്ടൺ അല്ല കേട്ടോ, പക്ക കോട്ടൺ അല്ല. ഇതൊരു ഇതിന്റെ മിക്സും അല്ല. ഇതിന്റെ മെറ്റീരിയലിന്റെ പേര് പറയാൻ അറിയില്ല കേട്ടോ. പക്ഷെ നല്ല കുഴപ്പമില്ല മെറ്റീരിയൽ. തലോണ കവർ കാണിക്കാട്ടോ. ഇതാണ് 3D പില്ലോ കവർ. പില്ലോ കവറാണ്. കുട്ടികൾക്ക് അടിപൊളിയാട്ടോ, കാണാൻ നല്ല രസമുണ്ട്. കുട്ടികൾക്ക് കൊടുക്കാനേ അടിപൊളിയാണ്. അതെ അതെ. നമ്മുടെ പിള്ളേർ അതിന്റെ പ്രായം കഴിഞ്ഞു, ചെറിയ പിള്ളേർക്കാണ്. ഇത് ഞാൻ ഡബിൾ കോട്ടിന്റെ പറഞ്ഞിട്ടാണ് ഓർഡർ ചെയ്തത് കേട്ടോ. പക്ഷെ അത് നല്ല നീളമുണ്ട് തോന്നുന്നുണ്ട്. അതെ, അത് ഫാമിലി. ഓ നല്ല നമ്മുടെ ബെഡ്ഷീറ്റിനെക്കാട്ടിലും നല്ല ഫാമിലി കോട്ടലിക്കലാണ്. അത് ഇടയിൽ അങ്ങോട്ട് എടുത്ത് മാറ്റിയിടുകയൊക്കെ ചെയ്യല്ലേ. 3D എഫക്റ്റ് എന്നാണ് പറയുന്നത്. ഇങ്ങനെ തിരിച്ച് കാണിക്കാം. ഇനി പക്ഷെ ഫോട്ടോയിലെ 3D ഒന്നും ഷീറ്റിലില്ല, ബെഡ്ഷീറ്റിലില്ല. കുഴപ്പമില്ല അല്ലേ. ശരിക്കും ഇവർക്ക് സിംഗിൾ കോട്ടാണ് കട്ടില്. പക്ഷെ അതിലിത് കാണൂല, തെളിഞ്ഞ് കാണൂല, ചെറുതല്ലേ അല്ലേ. ഡബിൾ കോട്ടിന്റെ വേണമായിരുന്നു. കുഴപ്പമില്ല. ഞങ്ങൾക്ക് ഇനി ഇവിടെ നമ്മുടെ പൂരം വരികയാണ് 14-ാം തീയതി. ഫെബ്രുവരി 14 13-ാം തീയതി വിയ്യൂര് കാവടി. അതെ, മണലാർക്കാവ് വേല എന്നൊക്കെ പറയും. അപ്പോൾ അതിന്റെ മുന്നോടിയായിട്ട് നമ്മൾ പുതിയ പായ ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ, ഗസ്റ്റ് എന്ന് പറയുമ്പോൾ ഇപ്രാവശ്യം അങ്ങനെ ആരും വിളിക്കണമൊന്നുമില്ല, വീട്ടിൽ നിന്ന് വരും. മുന്നേ മറ്റേ നമ്മുടെ റിലേറ്റീവ്സ് പാപ്പന്മാര്, അതുപോലെ എന്റെ കടയിൽ ഷോപ്പിൽ നിന്ന്
ഷോപ്പ് ഒരുപാട് പേരുണ്ടാവാറുണ്ട്. എൻ്റെ ഫ്രണ്ട്സ് തന്നെ കുറേ പേരുണ്ടായിരുന്നു, നിറച്ച ആൾക്കാരെ ഇരിക്കുക അങ്ങനെയായിരുന്നു കേട്ടോ. ഇപ്പൊ പിന്നെ അങ്ങനെ ഇല്ല. ഇപ്പൊ പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് വരും, പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് അത്ര. പിന്നെ മുകളിലല്ലേ പിന്നെ താമസിക്കുന്നത്, മുകളിലായ കാരണം കൊണ്ട് അതിനുള്ള സൗകര്യം കുറച്ച് കുറവാണ്. മറ്റേതൊക്കെ നമ്മള് ഒറ്റ വീട്ടിലായിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നത്. ഫുഡൊക്കെ മുകളിൽ കൊണ്ടുവരണല്ലോ, കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് കാരണം കൊണ്ട് ഇപ്പൊ അങ്ങനെ അധികം ആൾക്കാരെ ഒന്നും വിളിക്കാറില്ല. അപ്പൊ ഇനി അടുത്ത ബെഡ്ഷീറ്റ് കാണിച്ചു കേട്ടോ ഞാൻ, മോളുടെ ബെഡ്ഷീറ്റ്. അതെടുത്തോ, എന്നിട്ട് ഉള്ളിലേക്ക് പോയിക്കോ. ഏത് അടുത്ത ഉള്ളിലേക്ക് പോയിക്കോ, ഉള്ളിലല്ലേ ബാക്കിയുള്ള ബെഡ്ഷീറ്റ് ഒക്കെ. അടുത്തത് പിടിക്കട്ടെ കേട്ടാ. പിന്നെ ഒരു മിഞ്ഞാന്ന് വന്ന ബെഡ്ഷീറ്റ് ഞാൻ അപ്പം തന്നെ വിരിച്ചു കേട്ടോ. അതാണ് മഞ്ഞ കളർ, മഞ്ഞ വിരിച്ചിരിക്കുന്നുണ്ട്. രസല്ലേ കാണാന്, നല്ല മഞ്ഞ കളറ്. അപ്പം ഞാൻ കൊടുന്ന അപ്പം തന്നെ അത് വിരിച്ചു. എനിക്ക് എന്ത് സാധനം അങ്ങനെ കേട്ടോ, എന്ത് സാധനമാണെങ്കിലും കൊടുന്നു കഴിഞ്ഞാൽ അപ്പം ഉപയോഗിക്കണം, അങ്ങനത്തെ ഒരു മൈൻഡാണ് എനിക്ക്. ഇപ്പം ചൂല് പുതിയത് കൊടുന്നു കഴിഞ്ഞാൽ അപ്പം അടിച്ചു വരണം, പാത്രം പുതിയത് പിന്നെ സോപ്പ് പുതിയത് കൊടുത്തു കഴിഞ്ഞാൽ അപ്പം ആ സോപ്പ് വെച്ച് കുളിക്കണം, അങ്ങനത്തെ ഒരു മൈൻഡ് ഉണ്ട് കേട്ടോ എനിക്ക്. എന്നെ പോലെ ആരെങ്കിലും ഉണ്ടോ? പിന്നില്ലേ ഇതിന്റെ ഈ സൈഡ് വരുന്നത് ചെറിയ എലാസ്റ്റിക് ഉണ്ട്. എൻ്റെ നഖം കൊണ്ടതാ ഇതുണ്ട്. അതിങ്ങനെ എലാസ്റ്റിക് ആയ കാരണം കൊണ്ട് നമുക്ക് സുഖമായിട്ട് വിരിക്കാൻ ഇങ്ങനെ അങ്ങോട്ട് ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിലേക്ക് നിൽക്കും. ഇതിനും 10-250 രൂപ. ഇത് രണ്ടെണ്ണം. പക്ഷെ 3D ബെഡ്ഷീറ്റിന് 460-500 അങ്ങനെ ഒരു. ഇതിന് ഇത്തിരി വില ഉണ്ട്. ഇത് മോളുടെ ബെഡ്ഷീറ്റ് ആണ് കേട്ടാ. ഇതും 3D ആണെന്നാണ് പറയുന്നത്. എന്താ നന്നായില്ലേ? ഇതാണ് മോളുടെ ബെഡ്ഷീറ്റ് കണ്ട അടിപൊളിയുണ്ട്, നന്നായിട്ടില്ലേ? കുട്ടികൾക്ക് പറ്റിയതാ, നല്ല രസമുണ്ട്. പക്ഷെ ഇത് എന്താ പറയാ, ഈ ബെഡിലേക്ക് കറക്റ്റ് ആണ്. ഞാൻ ഡബിൾ കോട്ട് കട്ടിൽ കണ്ടോ, ഫാമിലി ബെഡിലേക്കുള്ള ഫാമിലി ഇതിലേക്കുള്ള കണ്ടോ, നല്ല രസമുണ്ട് അല്ലേ? വിരിച്ച ശരിക്കും ടെഡ്ഡി ബെയർ പോലെ നല്ല രസമുണ്ട് കാണാന്. ടെഡ്ഡി ബെയർ നല്ല നീളവും വീതിയും അല്ലേ? അടിപൊളിയുണ്ട് അല്ലേ? ഞാൻ ആ നീലി ഒന്ന് വിരിച്ചു നോക്കാം അല്ലേ, വിരിച്ചിട്ട് ഭംഗി നോക്കാം. ഫിഷിന്റെ നന്നായിട്ടില്ലേ? നന്നായിട്ടുണ്ട് അല്ലേ? പക്ഷെ നീല ഒന്നും കൂടി ഭംഗി ഉണ്ടാവും എനിക്ക് തോന്നുന്നു കേട്ടോ. നമുക്ക് ഇത് അടിച്ചു മാറ്റിയല്ലോ ആൾക്കാരൊന്നും കളിയാക്കും. അല്ല, പൊന്നു പറയുന്നത് അവൾക്ക് മഞ്ഞ ഭയങ്കര ഇഷ്ടായി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ മഞ്ഞ അമ്മ എനിക്ക് തന്നോ, എന്റെ ടെഡി എലാസ്റ്റിക് ആയത് കൊണ്ട് അത് പറ്റും തോന്നുന്നില്ല. ഇനി ഫിഷിന്റെ നമുക്ക് എന്റെ നഖം ഇങ്ങനെ തിരി നിക്കണ കാരണം കൊണ്ട് ഇതിൽ പെട്ട് വലിക്കുന്നുണ്ട്. കുട്ടികൾക്കൊക്കെ നല്ലതല്ലേ, അധികം റേറ്റ് ഇല്ലാണ്ട്. നന്നായിട്ട് അല്ലേ? ഇത് ഇവിടുന്ന് എടുക്കാനൊന്നും ഭംഗി ഡോൾഫിൻ അടിപൊളി അല്ലേ? അപ്പൊ എന്തായാലും ഞാന് ഉണ്ണാൻ്റെ അടുത്ത് പറഞ്ഞപ്പോ നിനക്ക് ഇവിടെ ബെഡ്ഷീറ്റ് ഉണ്ടല്ലോ, പിന്നെ എന്തിനാ അതൊക്കെ ഓർഡർ ചെയ്യണത് പറഞ്ഞു. പക്ഷെ ഇപ്പൊ വന്നപ്പോ കണ്ടില്ലേ, അടിപൊളിയായിട്ടില്ലേ? പക്ഷെ ഇത് അവരുടെ ബെഡിലേക്ക് വളരെ ചെറുതായിരിക്കും, ഡോൾഫിനൊക്കെ സൈഡ് പോവും. അതെ, ഒരു കാര്യം ചെയ്യും, ഈ ബെഡ്ഷീറ്റ് ആയിരിക്കും കൊടുത്തിട്ട് ഇത് രണ്ടെണ്ണം നമുക്ക് എടുക്കാം, അത് നല്ലത്. എനിക്കിങ്ങനെ പുതിയ ബെഡ്ഷീറ്റ്, അതുപോലെ ബെഡ്ഷീറ്റൊക്കെ ഇങ്ങനെ ചുളിവൊന്നും പാടില്ല. കിടക്കുമ്പോൾ എങ്ങനെയാന്ന് പറയും, ഇങ്ങനെ ഇതാക്കിയിട്ട് അതിലെനിക്ക് കിടക്കാനാണ് ഇഷ്ടം. അങ്ങനെ ചുളിഞ്ഞിട്ടൊക്കെ ഇരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര അസ്വസ്ഥത, ഉറങ്ങാനേ തോന്നില്ല, അങ്ങനെയാണ്. അപ്പം ഞാൻ എപ്പോഴും ബെഡിൽ കയറി കിടക്കുമ്പോൾ ആ ചുളിവൊക്കെ നീറ്റാക്കി എന്നിട്ടൊക്കെ കിടക്കുള്ളൂ, ഇതിങ്ങനെ നീറ്റായിട്ട്.
അപ്പം എന്തേലും ബെഡ്ഷീറ്റ് ഇങ്ങനെ മാറി 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 ഉപയോഗിക്കുമ്പോൾ ഒരു രസമല്ലേ. നമ്മളൊരാഴ്ച കൂടുമ്പോൾ ബെഡ്ഷീറ്റ് എപ്പോഴും നല്ല രസമുണ്ട് അല്ലേ. ഇതിന്റെ ലിങ്ക് കൊടുത്തു കഴിഞ്ഞാൽ വർക്കാവില്ല. അതുകൊണ്ട് വീഡിയോ അല്ലേ ലിങ്ക് കൊടുത്താൽ വർക്കാവില്ല. വേണമെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. ഇത് യൂട്യൂബ് വീഡിയോ ഇടല്ലേ, അതില് മ്യൂസിക്കിനല്ലാത്ത വല്ല വീഡിയോ ഉണ്ടെങ്കിൽ അതിൽ ബെഡ്ഷീറ്റിൽ നമുക്ക് വീഡിയോയിൽ കൊടുക്കാം ലിങ്ക്, അതിൽ കൊടുക്കാൻ പറ്റും. അപ്പൊ ബെഡ്ഷീറ്റിന്റെ പിന്നെ അതല്ല നമ്മള് 3D ബെഡ്ഷീറ്റ് അടിച്ചെടുത്താൽ തന്നെ കിട്ടും. അതെ അതെ കുറേ വരും കേട്ടോ ഫ്ലിപ്കാർട്ടിൽ. നല്ല 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 സംഭവങ്ങൾ വരും. അപ്പൊ അത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു വീഡിയോയിൽ ഇത് കൊടുക്കാം. വലിയ വില, അതാണ് വലിയൊരു കാര്യം. വില നമ്മള് വലിയ വില എടുക്കാം. അതുകൊണ്ടാണ് ഇത് എടുത്തപ്പോ വീഡിയോ ഇട്ടത്. അതെ, നമ്മള് ശരിക്കും ഇപ്പൊ ഒരു ഫാമിലി കോട്ടിന്റെ ഒക്കെ ബെഡ്ഷീറ്റ് നമ്മൾ കടയിൽ എടുക്കാൻ പോകുമ്പോ 1000 മേലെ വില. ഞങ്ങൾ ആദ്യം വാങ്ങിച്ച ഇതിന്റെ ഈ ബെഡിന് വേണ്ടിയിട്ട് ഞങ്ങൾ ബെഡ് വാങ്ങിച്ചപ്പോ തന്നെ ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് തന്നെ വന്നിട്ടുണ്ടായിരുന്നു 1200 ബെഡ്ഷീറ്റാണ് വാങ്ങിച്ചത്. ഓൺലൈനിൽ പ്രോത്സാഹിപ്പിക്കണതല്ല, കണ്ടപ്പോ വാങ്ങിച്ചു മാത്രം. അതെ, പിന്നെ അന്ന് പിന്നെ ആ ഒരു ഇത് വേറെ നിർത്തിയില്ലാത്ത കാരണം കൊണ്ട് കോട്ടൺ ബെഡ്ഷീറ്റ് വേണം താനും. അപ്പൊ പിന്നെ അത് തന്നെ വാങ്ങിട്ട് വരും ചെയ്യും. നമ്മള് തുണികളൊക്കെ എടുക്കുമ്പോ പരമാവധി നമ്മുടെ അടുത്തുള്ള കടകളിൽ തന്നെ എടുക്കാം, അവരെ വിജയിപ്പിക്കാം. അതെ അതെ, അല്ല ഒത്തിരിയൊക്കെ വില കുറവിലൊക്കെ കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലതല്ലേ അല്ലേ. അങ്ങനല്ല, ഓൺലൈനിൽ നമുക്ക് സെലക്ട് ചെയ്യാലോ. ചിലപ്പോ നമ്മൾ വിചാരിച്ച സാധനങ്ങൾ കടയിൽ പോയാൽ എല്ലായിടത്തും ഉണ്ടാവില്ല. അപ്പൊ കുറെ കടകൾ കയറേണ്ടി വരും. ഇതാകുമ്പോ നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാൻ പറ്റും. അതാണ് വന്നിട്ട് നമുക്ക് പറ്റിയില്ല. ചിലപ്പോ നമ്മൾ ഈ 3D ഉള്ള ബെഡ്ഷീറ്റ് വേണമെന്നുണ്ടെങ്കിൽ കുറെ കടയിൽ കയറേണ്ടി വരും, ചിലപ്പോ കിട്ടണമെന്നില്ല. ഇതാകുമ്പോ ഇതിനോട് നമുക്ക് സെലക്ട് ചെയ്ത് എടുക്കാം. അതെ, അപ്പോ ഇതിന്റെ ലിങ്കിന്റെ കാര്യം എന്താ നിങ്ങൾ പറഞ്ഞു? ലിങ്ക് അതിന് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ നമുക്കത് വീഡിയോയില് നമ്മുടെ യൂട്യൂബില് വീഡിയോയില് കൊടുക്കാം. വീഡിയോയില് ബെഡ്ഷീറ്റിന്റെ ലിങ്ക് കൊടുക്കാം. അതാ വീഡിയോയിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. അതെ അതെ, അപ്പൊ എല്ലാവരും ഒന്ന് വേണമെങ്കിൽ ആവശ്യമുള്ളവരൊക്കെ ഒന്ന് വാങ്ങി നോക്കിക്കോളൂ. ഞങ്ങൾക്ക് എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടായിട്ടാ. കുട്ടികൾക്ക് പറ്റിയതാണ്. ടെഡി ഒന്നുകൂടി ഇതുണ്ട് കേട്ടോ, എഫക്ട് ഉണ്ട്. അല്ല, ഇത് ഭംഗിയുണ്ട്, പക്ഷെ 3D എഫക്ട് ചെയ്യുന്നത് ടെഡിയാണ്. ശരിക്കും അത് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്. നമ്മള് വീഡിയോ ഇടുമ്പോഴേ ഒരുപാട് പേര് അക്ക ഡ്രസ് ലിങ്ക് പോടുങ്കോണ്ട് കൊടുക്കാറുണ്ട് ഡ്രസ്സിന്റെ. അപ്പൊ നമ്മള് പക്ഷെ അവര് എനിക്ക് തോന്നുന്നു വീഡിയോയിൽ കാണില്ല കൊണ്ട്. പിന്നെ നമ്മുടെ എല്ലാ മ്യൂസിക്കുള്ള വീഡിയോ അല്ലേ, അപ്പൊ എല്ലാ മ്യൂസിക്കിനും നമുക്ക് ആ പ്രൊഡക്റ്റിന്റെ ലിങ്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ചില പാട്ടുകൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പൊ അതിന് നമ്മൾ പ്രൊഡക്റ്റ് ലിങ്ക് കൊടുക്കാറുണ്ട്. നൈറ്റിയുടെയും ഫ്രോക്കിന്റെ ഒക്കെ അല്ലേ. എന്നാലും കുറെ പേര് ചോദിക്കും പ്രൊഡക്റ്റിന്റെ ലിങ്ക് ചോദിക്കും. നമുക്ക് ഇപ്പോഴത്തെ കുഴപ്പം എന്താ അറിയോ, യൂട്യൂബില് കമന്റ് ബോക്സിൽ നമുക്ക് ലിങ്ക് കൊടുക്കാൻ പറ്റില്ല. അത് വർക്കാവില്ല, ആ ലിങ്ക് വർക്കാവില്ല. മുമ്പ് കൊടുക്കാൻ പറ്റിയിരുന്നു, ഇപ്പൊ വർക്കാവില്ല. ഇപ്പൊ നമുക്ക് പ്രൊഡക്റ്റ് അതിന് വേണ്ടിയിട്ടാണ് നേരെ മറിച്ച് അതില് കൊടുക്കാം. വീഡിയോയുടെ ഉള്ളിൽ കൊടുക്കാം, നമുക്ക് വീഡിയോയിൽ കൊടുക്കാം. അത് കണ്ടില്ലേ, നമ്മളൊരു നൈറ്റിയുടെ ഒക്കെ പിക്ചറായിട്ട് കാണിക്കില്ല, തന്നെ അങ്ങനെ കൊടുക്കാം. അതെ, അപ്പൊ നമുക്ക് ബെഡ്ഷീറ്റിന്റെ ലിങ്ക് അതിൽ കൊടുക്കാം. അപ്പൊ അതില് കൊടുക്കാം. അതെ, ആവശ്യമുള്ളവരൊക്കെ പോയി വാങ്ങിച്ചോളൂ. ഞങ്ങക്ക് പിന്നെ എന്തായാലും ഇനിയിപ്പോ പൂരം പൊടി നമുക്ക് ഇതൊക്കെയാണല്ലോ ഒരു സന്തോഷം. ബെഡ്ഷീറ്റ് കൊണ്ട് പൊടി പിടിക്കും പൂരം. അവിടെ കാവടി എന്തൊക്കെയാണ് പൂരം, ബെഡ്ഷീറ്റ് ഭയങ്കര കാവടി കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. എന്തായാലും അങ്ങനെ അടിച്ചു പൊളിക്കാം. എന്നാലും നമ്മളിപ്പോ പൂരത്തിന് മുന്നോടിയായിട്ട് നമ്മൾ പല കാര്യങ്ങളും നമ്മുടെ വീടുകളിൽ ചെയ്യും. വീട് ക്ലീൻ ചെയ്യും, പിന്നെ പുതിയ പുതിയ സാധനങ്ങൾ, അതായത് പായ ഇപ്പോൾ ആരെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പായയോ കാര്യങ്ങളൊക്കെ നമ്മൾ ഇല്ലെങ്കിൽ അതൊക്കെ വാങ്ങി വെക്കുമല്ലോ. അതുപോലെ ബെഡ്ഷീറ്റൊക്കെ വാങ്ങി വെക്കും, തോർത്ത് വാങ്ങി വെക്കും. അങ്ങനെയൊക്കെ കാര്യങ്ങൾ നമ്മൾ പൂരമൊക്കെ ആകുമ്പോൾ നമ്മൾ ചെയ്യാറുണ്ട്, നമ്മളൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത ആഴ്ചയൊക്കെ ആയിട്ട് ക്ലീനിങ് തുടങ്ങണം. ഓരോന്ന് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇതൊക്കെ ഒന്ന് തുടയ്ക്കണം. വയ്യാട്ടോ ഫുൾ ക്ലീനിങ്. നമ്മുടെ ഫുൾ ക്ലീനിങ് പറയുമ്പോ സാധാ ക്ലീനിങ് അല്ലല്ലോ, അത് മണിക്കൂറോളം ദിവസം എടുക്കണതാ. 2-3 ദിവസം നമ്മുടെ ഫുൾ ക്ലീനിങ് കഴിയും. ഞാനും ഉണ്ണേട്ടനും ചിലപ്പോ ഒരു ചേച്ചീനെ നിർത്താറുണ്ട് കേട്ടോ, ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിട്ട്. എന്നിട്ട് 2-3 ദിവസം, എന്നിട്ടും 3 ദിവസം പിടിക്കും ഓരോന്ന് സെക്ഷൻ. നമ്മള് എല്ലായിടത്തും ഈ റാക്കൊക്കെ ഫുള്ള് കേറി പിന്നെ അത് മാത്രല്ല എല്ലാം എന്താ പറയാ ആവശ്യമില്ലാത്തൊക്കെ കളയും. അങ്ങനെ ഒരു കാര്യമുണ്ട്. എല്ലാം വേസ്റ്റുകളൊന്നും വെക്കില്ല. ആവശ്യം നമ്മൾ ഉപയോഗിക്കാത്ത സാധനം വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ നല്ലതല്ല എന്നല്ലേ പറയാ. അപ്പൊ അതൊക്കെ വേസ്റ്റൊക്കെ പുറത്ത് കളഞ്ഞ് എന്നിട്ട് വൃത്തിയാക്കി അങ്ങോട്ട് എടുക്കും. അപ്പൊ ഒരു എന്താ പറയാ ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ് കേട്ടോ. ഇനി നമുക്ക് ക്ലീൻ ചെയ്യാനേ മറ്റവരെ വിളിക്കാം, എനിക്ക് വയ്യ. നമുക്ക് വീഡിയോ ചെയ്യണം, ഇതിന്റെ ഇടയിൽ കൂടെ വീഡിയോ ചെയ്യണം. ഞങ്ങൾ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ മുന്നേ എടുത്ത് വെക്കും. 2 ദിവസം ചിലപ്പോ നാളത്തേക്ക് ഒരു ദിവസം കൊണ്ട് ക്ലീനിങ് കഴിയില്ല, അന്നാ അങ്ങനെ ഇരുന്നു കേട്ടോ. അപ്പൊ ഒരു ദിവസത്തെ വീഡിയോ എടുത്ത് വെച്ചിട്ട് ഒരു ദിവസം അങ്ങോട്ട് പണിയാൻ നിന്നു.
പിന്നെ എവിടെ അത് കഴിയണു, ഒരു ദിവസം കൊണ്ടൊന്നും കഴിയില്ല, എല്ലാം ക്ലീൻ ചെയ്യണ്ടേ. അപ്പോൾ ഈ പറഞ്ഞ മാതിരി 3 ദിവസം നമ്മളെ മെനക്കിടും. അപ്പോൾ പകുതി കുറച്ച് നേരം വീഡിയോ എടുക്കും, അപ്പോൾ ഒറ്റ ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിറ്റേ ദിവസം നമ്മൾ വീഡിയോ എടുക്കും, വീണ്ടും പണി ചെയ്യും. അങ്ങനെയൊക്കെ ആയിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ആണെങ്കിൽ കുറച്ച് നാളായിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്യണം എന്ന് ഇങ്ങനെ തോന്നിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും പൂരമൊക്കെ അല്ലേ, അപ്പം അതിന് മുന്നായിട്ട് ചെയ്യണം. അപ്പോൾ നിർത്തിയാലും നമുക്ക് ഭക്ഷണം കഴിക്കണ്ടേ? ഭക്ഷണമൊക്കെ വേറെ റെഡി ആക്കാം. 2 മണിയാവാറായി. നമുക്കതായി സമയം പോയതറിയില്ല. നമ്മുടെ വീഡിയോ എടുത്തോണ്ടെങ്കിൽ നേരം വൈകി. അതെ. അപ്പൊ ഇനി എനിക്കാണെങ്കിൽ ആ ഇന്നത്തെ വീഡിയോ എടുത്തിട്ട് തണ്ടലൊക്കെ വെച്ചിട്ടിരിക്കുന്നു. കസാരയുള്ളിൽ കയറിയിട്ട് അതിനുള്ളിൽ ജാമായി കാലൊക്കെ അതിന്റെ ഉള്ളിൽ ഇട്ടിട്ടുള്ള ഒരു എന്താ പറയാ. അതെ. അപ്പൊ എന്താ പറയാ, അപ്പൊ ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി. ബൈ.